എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസമായി വീഡിയോ ചെയ്തിട്ട് മെയിനായിട്ട് സുഖമില്ലാത്തതാണ് ഒരു കാരണം. ഭയങ്കര ചുമ, അതിനു പുറമെ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഈ നാവിൻ തുമ്പത്തെ ഒരു പുണ്ണ് വന്നതുകൊണ്ട് പിന്നെ ഔട്ട്ഡോർ പ്രോഗ്രാം എല്ലാം കൂടെ സാധിക്കാത്തൊരു സാഹചര്യം വന്നു. ഏതായിരുന്നാലും നമുക്ക് അടുത്ത ആഴ്ച എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലഘു വിവരണം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് ഫേക്ക് ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാമെന്നോ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാമെന്നോ പറയുന്നില്ല. ഒരു ചെറിയ പ്രീമിയം ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ പോലും അതിൻ്റെ ലിങ്കില്ല. നിങ്ങൾ ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, അതുവഴി മാത്രം ജോയിൻ ചെയ്യുക. അല്ലാതെ ഫേക്ക് ഗ്രൂപ്പുകളിലോ ചാനലുകളിലോ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തരുത്. ഞങ്ങൾ ആരിൽ നിന്നും പണം ആവശ്യപ്പെട്ടിട്ടില്ല, പണം ചോദിക്കുന്നുമില്ല, ട്രേഡ് എടുത്ത് കൊടുക്കാമെന്ന് പറയുന്നില്ല, അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഒരു വാഗ്ദാനവും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ വീഡിയോകൾ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. എന്നിരുന്നാലും അത് എന്താണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ നിങ്ങളുടെ പണം പെട്ടുപോകരുത്. ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയായതുകൊണ്ടാണ്, അത്രയും സെക്യൂറും അക്യൂറസിയും ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടും ആഗ്രഹം കൊണ്ടുമാണ്. ഏതായിരുന്നാലും നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. എൻ്റെ കാഴ്ചപ്പാടിൽ മാർക്കറ്റ് അടുത്ത ആഴ്ച താഴത്തേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 80% അതിനുള്ള ചാൻസ് ഉണ്ട്. നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ച പൂർണ്ണമായും ഏകദേശം ഒരു 300 പോയിൻ്റോളമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. 22,297 എന്നുള്ള ഹൈ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഹൈറ്റിലേക്ക് പോകുമ്പോഴും ഇപ്പോൾ തിങ്കളാഴ്ച ഒരു ഹൈയിൽ നിന്ന് താഴെ വന്ന് ഈ ഒരു ലെവൽ റീട്രേസ് ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം ഒരു ബൗൺസ് ഗ്രീൻ ക്യാൻഡിൽ കാണാൻ കഴിയും. ഗ്രീൻ ക്യാൻഡിൽ കണ്ടുകൊണ്ട് അതിന് പിറ്റേ ദിവസം വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈൻ തന്നെ വന്ന് റീട്രേസ് ചെയ്ത് ടച്ച് ചെയ്യാൻ ശ്രമിച്ച് വീണ്ടും പിറ്റേ ദിവസം മേലേക്ക് തന്നെ പോയിട്ടുണ്ട്. അവസാനം വെള്ളിയാഴ്ച വീണ്ടും അത് ഏറ്റവും ഹൈയിൽ തൊട്ടുകൊണ്ട് ഇനി തിരിച്ച് താഴത്തേക്ക് വരാൻ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഈ ഒരു ലൈൻ ഈ റീട്രേസ് ചെയ്തുകൊണ്ട് ടച്ച് ചെയ്ത് തന്നെ പോകണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ നാളെ ഫോം ആവാൻ സാധ്യതയുണ്ട്. ഒരു ഇൻസൈഡർ ക്യാൻഡിൽ നാളെ ഫോമായി ഈ ഒരു ലൈൻ, അതായത് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തുകൊണ്ട് വീണ്ടും മേലേക്ക് തന്നെ പോകാം. എന്നിരുന്നാലും ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യാതെ അത് ഒരിക്കലും മേലേക്ക് പോകില്ല എന്ന് തന്നെയാണ്. അതേസമയം ഇത് ടച്ച് ചെയ്തുകൊണ്ട് തിങ്കളാഴ്ചയായ നാളെ ഈ 297 എന്നുള്ള ആൾ ടൈം ഹൈ ക്രോസ് ചെയ്തുകൊണ്ട് മേലേക്ക് പോയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ ഒരു ക്യാൻഡിൽ ഫോമായി ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തതിന് ശേഷം മാത്രമേ അത് തിരിച്ച് മുകളിലോട്ട് പോവുകയുള്ളൂ. ഏതായിരുന്നാലും ഈ ഒരു ട്രെൻഡ് ലൈൻ റീട്രേസ് ചെയ്യാതെ പോവാൻ കഴിയില്ല. അതേസമയം ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴത്തേക്ക് വേണമെങ്കിലും വരാം. ലൈനിൻ്റെ പോയിന്റിൽ മാറ്റം വരുമ്പോൾ 26-ാം തീയതി ആകുമ്പോൾ 20,900 ആയിരിക്കും. ഇനി അത് 27 വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ വീക്ക്ലി ആയതുകൊണ്ടാണ് അതിനനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ നമുക്ക് നോക്കാം. ഡേ ക്യാൻഡിലേക്ക് മാറ്റുകയാണെങ്കിൽ 27 മാർച്ചിൽ 20,980 വരും. 1-ാം തീയതിയിലേക്ക് വരുമ്പോൾ 21,000 മുകളിൽ പോകും. അതിനനുസരിച്ച് ഈ ആഴ്ച തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനാണുള്ളത്. ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അത് വീണ്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ പോകാം. നാളെ നിഫ്റ്റിയുടെ ലെവലുകൾ, അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. വെള്ളിയാഴ്ചയിലെ ലോ നമുക്ക് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വെക്കാം. വെള്ളിയാഴ്ചയിലെ ലോ വന്നിട്ട് 22,187. നമുക്കൊരു 22,190 വെക്കാം. ഇനി ബുധനാഴ്ചയിലെ ലോവായ 21,875, അത് നമുക്ക് സെക്കൻഡ് സപ്പോർട്ടായിട്ട് വെക്കാം. അതിൻ്റെയും താഴെ വന്നാൽ 21,536 വരെ ഈ ഒരു ലെവൽ വരെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനിടയിൽ
ഞാൻ നേരത്തെ പറഞ്ഞ ട്രെൻഡ് ലൈന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് റീട്രേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചയിലെ ഹൈ ആയ 22,297 ഫസ്റ്റ് റെസിസ്റ്റൻ്റായി വയ്ക്കാം നമുക്ക്. അതേസമയം സെക്കൻഡ് റെസിസ്റ്റൻസ് OI ഡാറ്റ പ്രകാരം 22,400 നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അതും ക്രോസ് ചെയ്താൽ OI ഡാറ്റ പ്രകാരം 22,500 വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബുള്ളിഷ് ട്രെൻഡ് ആവും. ബുള്ളിഷ് ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനിയും ഹൈയിലേക്ക് പോകും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച ഒരു സൈഡ് വേസ് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടുമ്പോഴും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി ഈ ഒരു സൈഡ് വേസിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയത്. നമുക്ക് കാണാൻ കഴിയും. ബുള്ളിഷ്നെസ് സിനാരിയോ ഉണ്ടായിരുന്നെങ്കിലും ഒരു അപ് ട്രെൻഡ് കിട്ടിയില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഏതായിരുന്നാലും ബാങ്ക് നിഫ്റ്റി ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു കറക്ഷൻ വന്ന് മേലെ പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതുവരെ താഴത്തേക്ക് വരുമെന്ന് ചോദിച്ചാൽ നമുക്കത് ഡേ ലെവൽ നോക്കിക്കൊണ്ട് പരിശോധിക്കാം. മാത്രമല്ല ഇവിടെ ഒരു ഡബിൾ ടോപ്പും വെച്ചിട്ടുണ്ട്. 46,418 എന്നുള്ള ഒരു സിംഗ് ലെവൽ ഇവിടെ ഒരു ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വയ്ക്കാൻ കഴിയും. 46,000 എന്നുള്ള ഒരു ലെവൽ കൂടെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ ഈ ഒരു സിംഗിലും ഒരു ചെറിയ സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ ഹൈ എന്ന് പറയുമ്പോൾ ഇതാണ് കാണാൻ കഴിയുന്നത്. 21-ാം തീയതി 47,372 47,372 ടു 80 ഉള്ളിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് റെസിസ്റ്റൻസ് 48,290. അതേപോലെ തേർഡ് റെസിസ്റ്റൻസ് 48,630. ഇനി നമുക്ക് നാളേക്കുള്ള 2 ഇൻട്രാഡേ സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തേത് ജെനീസിസ് ആണ്. ജെനീസിസ് ഈ ഒരു ലൈന് ബ്രേക്ക് ആകുകയാണെങ്കിൽ 531 എന്നുള്ളൊരു ലൈന് ബ്രേക്ക് ആകുകയാണെങ്കിൽ നമുക്ക് 531.50 ഒരു ബൈ എൻട്രി കൊടുക്കാം. 527 സ്റ്റോപ്പ് ലോസ് വെക്കണം. 536, 540 എന്നിങ്ങനെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തേത് ടാറ്റ പവറാണ്. ടാറ്റ പവർ നല്ലൊരു അപ് ട്രെൻഡ് മോഡിലാണ് ഉള്ളത് ഇപ്പോൾ നിലവിൽ. വെള്ളിയാഴ്ച ചെറുതായിട്ട് താഴെ വന്ന് വീണ്ടും മേലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ലൈന് 380 380 ക്രോസ് ചെയ്ത് 300 അതിൻ്റെ മേലെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 380.50 പൈസയിൽ നമുക്ക് ബൈ എൻട്രി കൊടുക്കാം. 377 സ്റ്റോപ്പ് ലോസ് വെക്കണം. 384, 387 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്കുകളൊക്കെ നിങ്ങളെടുക്കുമ്പോൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ലിങ്കുണ്ട്, അതുവഴി മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ.